കോട്ടായുടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന മോഹൻകുമാർ പാർട്ടി വിട്ട CPM-ലേക്ക് പോയതിന് പിന്നാലെയാണ് ഈ പിന്നിൽ കാണുന്ന എനിക്ക് പിറകിൽ കാണുന്ന കോട്ടായുടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉടലെടുത്തത്. ഈ ഓഫീസ് CPM-ന്റേതാക്കി മാറ്റാൻ മോഹൻകുമാർ ശ്രമിച്ചു. ഇതോടുകൂടി ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരെത്തി ഇത് തടയുകയും വലിയ കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയി. ഇതോടെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ ഓഫീസ് പൂട്ടുകയും ചെയ്തു. പിന്നീട് ഇതിന്റെ രേഖകളൊക്കെ പരിശോധിച്ച് RDO ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം സ്വീകരിക്കുമെന്നുള്ളത് പോലീസ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് രാത്രി മോഹൻകുമാറും CPM-ന്റെ പ്രവർത്തകരും ഇവിടെ എത്തുകയും പോലീസ് പൂട്ടിയ ഈ കെട്ടിടത്തിന്റെ ഡോറ് തുറന്ന് ഇതിനകത്ത് കയറുകയും അവരുടെ കൊടി സ്ഥാപിക്കുകയും ചെയ്തു. ഒപ്പം CPM-ന്റെ ഫ്ലെക്സ് വെക്കുകയും CPM-ന്റെ നേതാക്കളുടെ ഫോട്ടോ ഉൾപ്പെടെ ഇവിടെ തൂക്കുകയും ചെയ്തു. ഇതോടെ ഇവിടെ വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഇത് വലിയ ഒരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും DCC പ്രസിഡന്റ് തങ്കപ്പൻ ഇവിടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. വലിയൊരു പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഉറപ്പ്. എനിക്ക് സംശയപ്പോൾ അതിനകത്ത് DYSP വെച്ചാണോ സംശയമുണ്ട്? CPM-ന്റെ ഫോട്ടോ നേരത്തെ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതിനകത്ത് സീല് വെക്കുന്നതിന് മുമ്പ് കോൺഗ്രസ്സുകാരുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഈ DYFക്കാർ ഉള്ളിൽ കയറുമ്പോൾ അതിനകത്ത് കുത്തി വെച്ചിരുന്നു, ഫോട്ടോ വെച്ചിരുന്നു, കോൺഗ്രസിൻ്റെ ഫോട്ടോ കൊണ്ട് കൊടി നാട്ടി. അതിനുശേഷം SP എന്നത് പറഞ്ഞൊക്കെ മാറ്റി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇവിടെ ആകെ DYSP ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ അടയ്ക്കുന്ന പോലീസുകാരുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ അടയ്ക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർ നടപടി പലതും ചെയ്യും. ഞങ്ങളുടെ ഓഫീസ് പിടിച്ചെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്യും. ഇതുപോലെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ നാളെ രാവിലെ വരും, പഠിക്കണ്ട. ഞങ്ങൾ 500 ആളെ വെച്ച് കയറിയിട്ട് ഞങ്ങളുടെ ഓഫീസ് പിടിക്കാണ്ട് 500 ചെയ്യാൻ ഞങ്ങൾ കഴിയുന്നു, കപ്പാസിറ്റി ഉണ്ട്, പഠിക്കൊന്നും വേണ്ട. നിലവിൽ മോഹൻകുമാർ പറയുന്നത് ഈ കെട്ടിടത്തിന്റെ വാടക കരാർ എഴുതിയപ്പോൾ അതിൽ തനിക്കാണ് അവകാശമുള്ളത്, അതിൽ താൻ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ ഓഫീസായി ഇത് പ്രവർത്തിക്കാമെന്നുള്ളതാണ് മോഹൻകുമാറിന്റെ വാദം. അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് കോൺഗ്രസ്കാർ പറയുന്നത്. ഏതായാലും ഈ വാടക രേഖകളെല്ലാം പരിശോധിച്ചായിരിക്കും RDO ഈ തീരുമാനങ്ങൾ അന്തിമമായൊരു തീരുമാനമെടുക്കുക. അതിനിടെയാണ് പോലീസ് പൂട്ടിയ ഈ ഓഫീസിലേക്ക് മോഹൻകുമാർ എത്തി ഈ ഒരു പാർട്ടി ഓഫീസാക്കി ഇത് മാറ്റാനുള്ള ഒരു ശ്രമം നടന്നത്. ഏതായാലും മോഹൻകുമാറിന്റെ പേരിലും CPM പ്രവർത്തകരുടെ പേരിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മോഹൻകുമാറിന്റെ ഉൾപ്പെടെ പേരിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും നാളെ RDOയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച കൂടെ നടക്കും. അതിനുശേഷം RDO പോലീസിന് ഇത് പൂർണ്ണമായും, അതായത് RDOയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ കൃത്യമായ ഒരു അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ, ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ കെട്ടിടം RDO പോലീസിന് കൈമാറും. ഇതോടെ പോലീസിന്റെ ചുമതലയിലായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ കോട്ടായിൽ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു, വലിയൊരു തർക്കം നിലനിൽക്കുന്നു. ഇതിൽ ഇനിയും ഒരു പരിഹാരമായിട്ടില്ല. നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.